എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റയൽ മാഡ്രിഡ് വിഎസ് ഗെറ്റാഫെ. റയൽ മാഡ്രിഡിന് ആ ഒരു ലാലിഗയിൽ ഒന്നാം സ്ഥാനത്ത് ഇങ്ങനെ തുടർന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മത്സരം വിജയിച്ചേ പറ്റുള്ളൂ. കാരണം നമുക്കറിയാം ജിറോണനായിട്ട് റയൽ മാഡ്രിഡ് പോയിന്റ് ഡിഫറൻസ് കാണിക്കുമ്പോൾ ഒരു റയൽ മാഡ്രിഡിന് ഒരു ഗെയിമിംഗ് ഹാൻഡ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഗെയിമിംഗ് ഹാൻഡിലുള്ള മത്സരമായിരുന്നു കഴിഞ്ഞ ഈ മത്സരം എന്ന് പറയുന്നത്. ഗെറ്റാഫെക്കെതിരെയുള്ള ആ ഒരു ഗെറ്റാഫിന്റെ ഹോം ഗ്രൗണ്ടിൽ നടന്നിട്ടുള്ള ആ ഒരു മത്സരം. ഈ ഒരു മത്സരത്തിന്റെ പ്രത്യേകത എന്താന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗെറ്റാഫെ ഈ ഒരു സീസണിൽ ഒറ്റ മാച്ച് പോലും അവരുടെ ആ ഒരു ഹോം ഗ്രൗണ്ടിൽ പരാജയപ്പെട്ടിട്ടില്ല. ആ ഒരു സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഗെറ്റാഫെ ഒരു മത്സരം പോലും ഈ ഒരു സീസണിൽ പരാജയപ്പെട്ടിട്ടില്ല. റയൽ മാഡ്രിഡിനോട് മത്സരിക്കുന്നത് മുന്നേ പക്ഷെ റയൽ മാഡ്രിഡ് 2-0 എന്ന സ്കോറിന് ഈ ഒരു ഗെറ്റാഫിനെ തോൽപ്പിച്ചു വിടുന്ന നമ്മൾ കണ്ടു. ആ ഒരു എവേ മത്സരമായിട്ട് പോലും നല്ലൊരു പ്രകടനം റയൽ മാഡ്രിഡിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. പക്ഷെ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം കണ്ടമാനം ആകപ്പാടെ ഊമ്പിയൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇപ്പോൾ ജനുവരി ട്രാൻസ്ഫർ മിന്നാന്ന് കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ ഇന്നലെ കളി നടന്നപ്പോൾ റൂഡിഗറിന് പരിക്കുപറ്റാൻ കണ്ടു. ഇനിയിപ്പോൾ ചോമിനി ഈ ഒരു സൺഡേ മാഡ്രിഡ് ഡെർബി ഉണ്ട്. പക്ഷേ ആ ഒരു മത്സരം ചോമിനിക്ക് മിസ്സാവുന്നതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. അതുപോലെ തന്നെ മിക്കവാറും റൂഡിഗറും ആ ഒരു മത്സരത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ റയൽ മാഡ്രിഡിന് എന്ത് കാട്ടുമെന്ന് അറിയില്ല. കാരണം എങ്ങനെയാണ് ഞാൻ ഡിഫൻസ് നോക്കുക? കാരണം ഒന്ന് ചിന്തിച്ച് നോക്കി, ഇപ്പോൾ റൂഡിഗർ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മത്സരത്തിൽ കഴിഞ്ഞ മത്സരത്തിൽ കമവിംഗക്കോ അല്ലെങ്കിൽ ചോമനിക്കോ ഈ ഒരു യെല്ലോ കാർഡ് കിട്ടിയ അടുത്ത മത്സരം ഡെർബി നഷ്ടമാകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഈ ഒരു യെല്ലോ കാർഡൊക്കെ കിട്ടാതെ കുറെ പിടിച്ചെന്നെങ്കിലും ചോമനിക്ക് എനിക്ക് തോന്നുന്നു ആ ഒരു റൂഡിഗറിന് പരിക്ക് പറ്റിയതിനു ശേഷം ചോമനി ആ ഒരു ഡിഫൻസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഡിഫൻസിൽ വെച്ചുള്ള ഒരു ഇൻസിഡന്റ് ആണ് ആ ഒരു പരിക്കിന് കാരണമാക്കിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു പരിക്ക് കുറച്ച് സീരിയസ് ആണ്. അപ്പോൾ ഏകദേശം ഈ ഡെർബി മാത്രം നഷ്ടമാകാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അതൊരു മേജർ ബ്ലോ ആണ് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം. ഈ ലീഗിൽ ഇനിയിപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് നമുക്കറിയാം ഓൾറെഡി റയൽ മാഡ്രിഡിനെ ഒരു ടീം പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അത്ലറ്റിക്കോ മാഡ്രിഡ് മാത്രമാണ്. പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞ് അത്ലറ്റിക്കോ മാഡ്രിഡും റയൽ മാഡ്രിഡും തമ്മിൽ റിവ്യൂ ആയി പോകുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പറയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ അത്ലറ്റിക്കോ മാഡ്രിഡിനോട് വരുമ്പോൾ റയൽ മാഡ്രിഡിന് ആകെ ഒരു ആശ്വാസം പറയുന്നത് ഹോം ഗ്രൗണ്ടിലാണ് കളി എന്നുള്ളതാണ്. അതൊരു കീ പോയിന്റ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇഗ്നാച്ചോ എന്തായാലും സെൻട്രൽ ബാക്കിൽ ഉണ്ടാവും. വേറെ ആരെ ഈ ഒരു സെൻട്രൽ ബാക്ക് റോളിൽ അറക്കുന്നുള്ളതാണ്. ചിലപ്പോൾ മെൻഡിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവും. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടറിയാം. ഈ ഒരു മത്സരത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചത് കുറെ ലേറ്റ് ടൈം കണ്ടേ ഒരു സെക്കൻഡ് ഹാഫിലെ ഗോളൊക്കെ വരുള്ളൂ എന്നാണ്. പക്ഷെ നേരത്തെ തന്നെ ഗോൾ അടിച്ചിട്ടുണ്ട്. ഹോസേല് നല്ല രീതിയിൽ തന്നെ കളി മുന്നോട്ട് പോയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈ ഒരു 2024 ഓസ്ട്രേലിയ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ് ഓസ്ട്രേലിയാണ്. കാരണം നല്ല രീതിയിൽ തന്നെ ഫിനിഷിംഗ് ഒക്കെ നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നമുക്കറിയാം ആ ഒരു സൂപ്പർ കോപ്പ ഡി എസ്പാനിയിലാണെന്നുണ്ടെങ്കിൽ കോപ്പ ഡെൽറയിലൊക്കെ ആണെന്നെങ്കിലും റയൽ മാഡ്രിഡിന് വേണ്ടി സ്കോർ ചെയ്തിട്ടുണ്ട് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയന് 32 അപ്പിയറൻസ് എനിക്കാണ് ഏകദേശം 11-10 ഗോളുകളൊക്കെ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ട് അതിൽ 3 ചാമ്പ്യൻസ് ലീഗ് ഗോളുകളും അതുപോലെ തന്നെ 7 ലാലിഗ ഗോളുകളൊക്കെ ഉണ്ടാവും. നല്ലൊരു സീസണാണ് ഓസ്ട്രേലിയനെ സംബന്ധിച്ചിടത്തോളം റയൽ മാഡ്രിഡ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം ആദ്യമായിട്ടാണ് ലീഗിൽ ഒരു ഗോൾ അടിക്കുന്നത് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സെറ്റ് മത്സരമായിരുന്നു. പക്ഷേ ഓസ്ട്രേലിയന് ഈ ഒരു മത്സരത്തിൽ ഹാട്രിക് അടിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഓസ്ട്രേലിയ ആ ഒരു ബോള് വിനീഷ്യസിന് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ ഒരു സെയിം സിറ്റുവേഷനിൽ വിനീഷ്യസിന് ഈ ഒരു കളിയിൽ 2 ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 ചാൻസും വിനീഷ്യസിന് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ 2 ക്ലിനിക്കൽ ചാൻസ്, നല്ലൊരു ഓപ്പൺ ചാൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. 2 ചാൻസുകൾ വിനീഷ്യസ് ജൂനിയർ നഷ്ടമാക്കണം നമ്മൾ കണ്ടു. അങ്ങനെ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കണ്ട റയൽ മാഡ്രിഡ് ആ ഒരു ഫസ്റ്റ് ഹാഫ് അവസാനിപ്പിക്കുകയാണ്. സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ ഈ ഒരു ഗെറ്റാഫെ ഒന്നും കൂടി നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ആദ്യ ലെവലിലൊക്കെ ഈ ഒരു ആൻസലോട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ലൈനപ്പ് എല്ലാ മത്സരത്തെയും പോലെ അല്ലായിരുന്നു. നല്ല രീതിയിൽ തന്നെ ആ ഒരു ഫസ്റ്റ് ഗോൾ കണ്ടാൽ തന്നെ അറിയാം. ഈ ഒരു വാൽവർദേക്ക് പന്ത് കൊടുക്കുന്നു. ഈ ഒരു വാൽവർദേനെ ഓവർലാപ്പ് ചെയ്ത് കണ്ട് വാസ്കസ് റൺ എടുക്കുന്നു. വാസ്കസിന് വാൽവർദെ പന്ത് വെച്ച് കൊടുക്കുന്നു. ഇതിപ്പോ ഈ ഒരു ഗെറ്റാഫെ എന്നിട്ടും കുറെ ഈ ഒരു സംഭവം കുറെ പലതവണ റയൽ മാഡ്രിഡ് ഈ ഒരു ആവർത്തിച്ചു. ഒരു വാൽവർദെ ഓവർലാപ്പ് വാസ്കസിന് ഇട്ട് കൊടുക്കും. അങ്ങനെ കുറെ ക്രോസുകൾ ബോക്സിൽ കൊണ്ടു. പക്ഷെ ഇതിനെന്നിട്ടും ഡിഫെൻഡ് ചെയ്യാൻ ഈ ഒരു ഗെറ്റാഫെക്ക് കഴിയണില്ല എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. കാരണം അത്രയും സിമ്പിൾ ആയിട്ടായിരുന്നു ആ ഒരു വാസ്കസിനാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഈ ഒരു ഹൊസേലുവിന്റെ ഫസ്റ്റ് ഗോളിനൊക്കെ അസിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് വാസ്കസ് ആണ്. അങ്ങനെ ഈ കഴിഞ്ഞ മത്സരത്തിൽ ഈ ഒരു ചുവമിനി ഈ ഒരു ഡിഫൻസീവ് മിഡായി ഇറങ്ങിയോണ്ട് തന്നെ വാൽവർത്തേക്ക് ഒന്നും കൂടി ഒഫൻസീവായിട്ട് കളിക്കാനുള്ള അവസരം കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ആൻസലോട്ടി എടുത്ത മറ്റു ഡിസിഷനാണ് ഈ റോഡ്രിഗോക്ക് പകരം ഒരു സ്ട്രൈക്കർ
സ്ട്രൈക്കറിനെ അവിടെ കൊണ്ടുവയ്ക്കുക എന്നുള്ളത്. അതായിരുന്നു ജോസേലു 2 ഗോൾ അടിച്ച് കണ്ട ആ ഒരു കൊടുത്ത സ്റ്റാർട്ടിനുള്ള ഒരു ഇത് എന്താ പറയുക അഞ്ചലോട്ടിനോട് കാണിക്കണം നമ്മൾ കണ്ടു. അങ്ങനെ നല്ല രീതിയിൽ തന്നെ മത്സരം മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ സെക്കൻഡ് ഹാഫിൽ ഗെറ്റാഫെ നമുക്കറിയാം, ഗെറ്റാഫിന്റെ സ്ക്വാഡിൽ മേസൺ ഗ്രീൻവുഡ് ഉണ്ട്. അതിന് അങ്ങനെ ഈ ഒരു മത്സരത്തിന്റെ വേറൊരു വിവാദമായിട്ടുള്ളൊരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എന്താ ബെല്ലിങ്ങാമും നമുക്കറിയാം ഈ ഒരു ഗ്രീൻവുഡും ഒരേ നാഷണാലിറ്റിയാണ്, ഇംഗ്ലണ്ടാണ്. ഈ ഒരു ലാ ലീഗിന്റെ ചരിത്രത്തിൽ കുറച്ച് മത്സരം ഇങ്ങനെ 2 ടീമിൽ ഒരു ഇംഗ്ലീഷ് പ്ലെയർ ഉണ്ടായതുകൊണ്ട് ഇതാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതിലൊരു മത്സരമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ ഒരു ബെല്ലിങ്ങാം ഈ ഒരു ഗ്രീൻവുഡിനെ റേപ്പിസ്റ്റ് എന്നൊക്കെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെതിരെ ബെല്ലിങ്ങാമിന് കുറെ വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു, ആ രീതിയിൽ വിവാദം ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ ഈ ഒരു ഗെറ്റാഫക്ക് സെക്കൻഡ് ഹാഫിൽ നല്ല രീതിയിൽ തന്നെ ഒരു സ്കോർ ചെയ്യാനുള്ള ചാൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പോസ്റ്റുമ്പോൾ തട്ടിക്കാണ്ട് റിഫ്ലക്ട് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് തന്നെ വരുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു മത്സരം നല്ല രീതിയിൽ തന്നെ അവസാനിക്കണം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞായിരിക്കും തന്നെ ഈ റൂഡിഗർ ചോമനി അറിയണ 2 റയൽ മാഡ്രിഡ് ഡിഫൻസിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാലിഗയിൽ ഏറ്റവും ഡിഫൻസീവ് റെക്കോർഡുള്ള ടീമാണ് റയൽ മാഡ്രിഡ്. ആകെ 14 ഗോൾ കൺസീഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഡിഫൻസിൽ നിന്ന് റൂഡിഗറും ഇല്ല, ചോമിനിയും ഇല്ല. അടുത്ത മത്സരം മാഡ്രിഡ് അത്ലറ്റിക്കോ മാഡ്രിഡിനോടും. അപ്പം ഏകദേശമൊക്കെ തീരുമാനമായിട്ടുണ്ട്. നമുക്ക് എന്താവുന്നില്ലൊക്കെ കണ്ടറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരിക്ക് തന്നെ ആകെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരൊറ്റ സംഭവമാണ്, നമ്മളെ ഹോം ഗ്രൗണ്ടിലാണ് കളി, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡ് ഡെർബിയിൽ നിങ്ങളുടെ ആ ഒരു സ്കോർ പ്രവചനം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഇതോടുകൂടി റയൽ മാഡ്രിഡ് ഈ ഒരു ലാലിഗ പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. മിക്കവാറും സൺഡേയോട് കൂടി 2ാം സ്ഥാനത്തേക്ക് താഴെപ്പെടാൻ ചാൻസും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക.